നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. 34ാമത് രാജീവ് ജ്യോതി യാത്രയ്ക്ക് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ നൽകിയ സ്വീകരണം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒല്ലൂർ ഏരിയ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു. വടക്കാഞ്ചേരി ഓൾ കേരള ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനവും കുടുംബ സമ്മേളനവും മെയ് 18 നടക്കും. രാജ്യം ഭരിക്കുന്നത് പേരിനെ ഭയക്കുന്നവരെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വാർത്തകൾ വിശദമായി. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ജ്യോതി യാത്ര ചെയർമാൻ R. ദുരൈ നയിക്കുന്ന 34ാമത് ജ്യോതി യാത്രയ്ക്ക് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകി മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ KC അഭിലാഷ്, KN വിജയകുമാർ, ലീലാമ്മ ടീച്ചർ, ജ്യോതി യാത്ര വൈസ് ചെയർമാൻ P. ശ്രീനിവാസപ്പ, വൈസ് പ്രസിഡന്റ് M. മാണിക്കറെഡ്ഡി എന്നിവർ സംസാരിച്ചു. ജിത് ചാക്കോ, ബിന്ദു കാട്ടുങ്ങൽ, അനിൽ നാരായണൻ, നൌഷാദ് മാസ്റ്റർ, ഭാസ്കരൻ K. മാധവൻ, ജോണി അരിമ്പൂർ, CA ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒല്ലൂർ ഏരിയ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു. മെയ് 16, 17, 18 തീയതികളിൽ ഒല്ലൂർ ഏരിയയിലെ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീല മനോഹരൻ ജാഥ ക്യാപ്റ്റനും അഡ്വക്കേറ്റ് സോന K. കരീം വൈസ് ക്യാപ്റ്റനും മിനി ഉണ്ണികൃഷ്ണൻ ജാഥ മാനേജരായും 2 ദിവസം പര്യടനം നടത്തും. ലഹരി ഉപയോഗം തടയുക, വർഗീയതയെ ചെറുക്കുക, സാമൂഹിക ജീർണതയ്ക്കും എതിരെ മുദ്രാവാക്യം ഉയർത്തിയാണ് പര്യടനം. പുത്തൂർ കുരിശുമൂലയിൽ നടത്തിയ പരിപാടി മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ലിബി വർഗീസ്, രജനി ആനന്ദ്, മിഥുന എന്നിവർ സംസാരിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ സ്ത്രീകൾ ശക്തമായ സംഘടിത പ്രവർത്തനം നടത്തണമെന്ന് നിർദ്ദേശിച്ചു. രാജ്യം ഭരിക്കുന്നത് പേരിനെ ഭയക്കുന്നവരെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നെഹ്റു യുവകേന്ദ്ര സംഘടൻ എന്ന പേര് മോദിയും കൂട്ടരും മാറ്റിയെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നു. ജനങ്ങൾ ഉറക്കമുളച്ച് കാവലിരിക്കേണ്ട സാഹചര്യമാണ്. പേരിൽ എന്തിരിക്കുന്നു എന്ന് പറയുന്ന ഭരണാധികാരികൾ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും പേരുകൾ മാറ്റി വാജ്പേയിയുടെയും ദീൻ ദയാൽ ഉപാധ്യായുടെയും പേരുകൾ എന്തിനാണ് ഇടുന്നത്? ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റി മേരാ യുവഭാരത് എന്ന പേരാക്കി മാറ്റിയ മോദി സർക്കാരിന്റെ നടപടിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനപ്രകാരം അയ്യന്തോൾ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി തെക്കേ ഗോപുര നടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേതാക്കളായ സുനിൽ അന്തിക്കാട്, K. സുരേഷ്, ആശിഷ് മൂത്തേടത്ത് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റി മേരാ യുവഭാരത് എന്ന് ഉത്തരവിറക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി സെന്ററിൽ പ്രതിഷേധിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷനായി. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തെയും ചരിത്ര ബിംബങ്ങളെയും സംഘപരിവാർ ഭയക്കുന്നുവെന്നുള്ളതിന് ദൃഷ്ടാന്തമാണ് ഈ പേരുമാറ്റം. പേരുകൾ നീക്കം ചെയ്താൽ ചരിത്രഹത്യ നടത്താൻ കഴിയുമെന്നത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത് മോദി സർക്കാർ തിരിച്ചറിയണമെന്ന് KC അഭിലാഷ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ ലീലാമ്മ തോമസ്, MU മുത്തു, ബിന്ദു കാട്ടുങ്ങൽ, അനിൽ നാരായണൻ, ജിത് ചാക്കോ, നൌഷാദ് കൃഷ്ണൻ, ഗോപി മൂർക്കനിക്കര, ഭാസ്കരൻ K. മാധവൻ, ജോണി അരിമ്പൂർ എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും 18 നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. NSS താലൂക്ക് യൂണിയൻ കല്യാണ മണ്ഡപത്തിൽ രാവിലെ 10 സമ്മേളനം സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് പ്രസിഡന്റ് K. സേതുമാധവൻ അധ്യക്ഷനാകും. സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ മുഖ്യപ്രഭാഷണം നടത്തും. കാരുണ്യസ്പർശം പരിപാടിയെക്കുറിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PD പോൾ വിശദീകരിക്കും. മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സപ്ലൈകോ ഇടപെടണമെന്ന് റേഷൻ ഡീലേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. K. സേതുമാധവൻ, V. ശ്രീധരൻ, സെബാസ്റ്റ്യൻ കേച്ചേരി, PA ഷാജു എന്നിവർ പങ്കെടുത്തു. അപ്പോൾ അതിനുള്ള കാരണം തന്നെ ഒരു കൊല്ലമായിട്ട് കേരളത്തിൽ മണ്ണെണ്ണ വിതരണം ഇല്ല, നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാഞ്ഞിട്ടല്ല, ഇവിടുത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത കാരണം വിതരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു മണ്ണെണ്ണ ഇനി നിങ്ങൾക്ക് എടുത്ത് വിതരണം ചെയ്യുന്നെങ്കിൽ ഇനി ഒരു കാലത്തും കേരളത്തിന് മണ്ണെണ്ണ ഞങ്ങൾ തരാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആകെ പ്രശ്നമായത്.
അപ്പോൾ മണ്ണെണ്ണ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ പെടണം. ഞങ്ങളാണ് ബുദ്ധിമുട്ട്. തലപ്പള്ളി താലൂക്കിൽ ഒറ്റ മണ്ണെണ്ണ ഏജൻസികളില്ല. AWD ഞങ്ങൾ എവിടെയെങ്കിലും സർക്കാർ പറയുന്ന സ്ഥലത്ത് പോയി എടുക്കണം. അതിന് വലിയ സാമ്പത്തിക ബാധ്യത വരികയാണ്. പിന്നെ ക്വാണ്ടിറ്റി വളരെ കുറവ്. അപ്പോൾ തൃശ്ശൂർ നിന്നാണ് പിന്നെ കിട്ടിയിരുന്നത്. പിന്നെ പറയുന്നുണ്ട് പാലക്കാട് ഇപ്പോൾ എടുത്തിട്ടുള്ള ഏജൻസി ഞങ്ങൾ മനസ്സിലാക്കുന്നത് മലപ്പുറത്തുള്ള ആളാണ്. മലപ്പുറത്ത് പോയിട്ട് മണ്ണെണ്ണ എടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ വിതരണം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ വയ്ക്കുന്ന ഡിമാൻഡ് എന്താ വെച്ചാൽ സർക്കാരിൻ്റെ ഒരു കാശില്ല എന്നാണല്ലോ പറയണത്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, മണ്ണെണ്ണ റേഷൻ കടയിൽ ഒന്ന് എത്തിച്ച് കഴിയും. കുപ്പിവെള്ളം ബോട്ടിൽ സപ്ലൈ ചെയ്യുന്നില്ലേ, അതേമാതിരി ഒരു കുപ്പിയിലാക്കിയിട്ട് റേഷൻ കടയിൽ എത്തിച്ച് തന്നാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നും തരണ്ട, ഞങ്ങൾ സൗജന്യ സേവനമായിട്ട് ചെയ്യാം. കാർഡുകൾക്ക് സാധനം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് കമ്മീഷൻ ആവശ്യത്തിന് തരില്ല. അപ്പം ഞങ്ങൾ സൗജന്യമായിട്ട് ചെയ്യാൻ തയ്യാറാണ്. തലപ്പള്ളി താങ്കൾ ഒരു പുതിയ ഡിമാൻഡ് സർക്കാരിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ സാധനം കടയിലേക്ക് എത്തിച്ചെന്നാൽ മതി. അപ്പോൾ സർക്കാരിൻ്റെ ലാഭം ഉണ്ടതിൽ. കാരണം റേഷൻ കടക്കാരന് കമ്മീഷൻ കൊടുക്കണ്ട, AWDക്ക് കൊടുക്കണ്ട, ആ കമ്മീഷനൊക്കെ സർക്കാർ എടുത്തോട്ടെ. സപ്ലൈകോ എന്ന് പറയുന്ന വലിയ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നല്ല വെച്ചിരിക്കുന്നത് അവർ വിചാരിച്ചത് കൊടുക്കാനും പറ്റും. അപ്പോൾ ബോട്ടിലാക്കിയിട്ട് കടയിൽ എത്തിച്ച് തരണം എന്നുള്ള ഡിമാൻഡ് ഞങ്ങൾ ഉന്നയിക്കുകയാണ്, സർക്കാരിന് മുമ്പിൽ വയ്ക്കുകയാണ്. അത് അംഗീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കാർഡുകൾക്കും ബുദ്ധിമുട്ടില്ല, റേഷൻ കടക്കാർക്കും ബുദ്ധിമുട്ടില്ല, സർക്കാരിൻ്റെ ലാഭം ഞങ്ങൾക്ക് ചെറിയൊരു നഷ്ടം സേവനമായിട്ട് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ആ നഷ്ടം ഞങ്ങൾ സഹിക്കാം. പിന്നെ 7 കൊല്ലമായിട്ട് നിങ്ങൾക്ക് തരാതിരിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്, കമ്മീഷൻ വർധനവ്, അത് നടപ്പാവുന്നില്ല. പറഞ്ഞിട്ട് ഞങ്ങൾ തോറ്റു, സമരം ചെയ്തിട്ട് ഞങ്ങൾ തോറ്റു. പക്ഷേ ഞങ്ങൾ പരാജയപ്പെടില്ലാതെ ഒരു കാര്യവും ആ കാര്യത്തിൽ പുരോഗതി ഉണ്ടാവില്ല. അപ്പം അതൊന്ന് സൗകര്യപ്പെടുത്തി തരണം. ഇപ്പം ഞങ്ങൾ റിക്വസ്റ്റാണ് വയ്ക്കുന്നുള്ളൂ. ആവേശമൊക്കെ പോയി, സമരത്തിൻ്റെ ആവേശമൊക്കെ പോയി പറഞ്ഞ് തോറ്റുകൊണ്ട് ഒന്ന് അപേക്ഷിക്കുകയാണ്, കാണുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെ 1ാം വാർഷികാഘോഷ പൊതുസമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മെയ് 19 ആശുപത്രി മാനേജിംഗ് പാർട്ണർ വിഷ്ണു ശങ്കർ അധ്യക്ഷത വഹിക്കും. ഒല്ലൂർ ACP സുധീരൻ മുഖ്യപ്രഭാഷണവും നടത്തും. ഫാദർ വർഗീസ് കുത്തൂർ, BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് എന്നിവർ പങ്കെടുക്കും. 1ാം വാർഷികത്തിന്റെ ഭാഗമായി ഒന്നിച്ചോടാം ലഹരിക്കെതിരെ എന്ന മാരത്തോൺ, നിർധനനായ രോഗിക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ, 5 പേർക്ക് സൗജന്യ കണ്ണട വിതരണം, വിവിധ വ്യക്തികളെ ആദരിക്കൽ, പ്രിവിലേജ് കാർഡ് വിതരണം എന്നിവ നടത്തും.
ഒല്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിഷ്ണു ശങ്കർ, സിനോജ് അറക്കൽ, ആൻസൺ, അശ്വതി NP, കൃഷ്ണവേണി എന്നീ ആശുപത്രി ഭാരവാഹികൾ പങ്കെടുത്തു. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ അധ്യക്ഷനായ ജൂറിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. പുന്നയൂർകുളത്ത് പുരസ്കാരം സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. KB സുകുമാരൻ, ഉമ്മർ അറക്കൽ, മോഹൻ ബാബു തെക്കേപ്പാട്ട്, ഡെറി പോൾ TM എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 125 പേർ രക്തം ദാനം ചെയ്ത് ഗബ്രിയേൽ അച്ഛന്റെ ചരമവാർഷികം. അമല ആശുപത്രിയുടെ സ്ഥാപക ഡയറക്ടർ പത്മഭൂഷൺ ഫാദർ ഗബ്രിയേൽ ചിറമൽ CMIയുടെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അമല ആശുപത്രിയിലെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ലോക നഴ്സസ് ദിനാചരണത്തിന്റെ ഭാഗമായി സെന്റ് ജോസഫ് ഇടവകയുടെ സഹകരണത്തോടെ 125 പേർ രക്തദാനം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ CMI അധ്യക്ഷനായി. ജോയിന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി CMI സ്വാഗതം ആശംസിച്ചു. സെന്റ് ജോസഫ് അമലനഗർ ഇടവക വികാരി ഫാദർ ഫിനോഷ് കീറ്റിക്ക ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ CMI, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ വിനു വിപിൻ, ഗബ്രിയേൽ അച്ഛന്റെ സഹോദരപുത്രൻ ഗബ്രിയേൽ അച്ഛന്റെ ശിഷ്യൻ RK രവി, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ CG പയസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ പ്രതി റിമാൻഡിലായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി കൂടിയായ പെരിഞ്ഞനം സുജിത് ജംഗ്ഷൻ സ്വദേശി കിഴക്കേടത്ത് വീട്ടിൽ ഹരിലാലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപാനം തുടങ്ങി 16 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, ഹരിഹരൻ, ASI അൻവറുദ്ദീൻ, ഡ്രൈവർ CPO അനന്തുമോൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തലോർ ജംഗ്ഷനിലെ മൊബൈൽ ഷോപ്പിലെ മോഷണത്തിൽ ഒരാൾ കൂടി റിമാൻഡിലായി. അവണൂർ പാവറട്ടി സ്വദേശി അക്കര വീട്ടിൽ ആൽബിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം റിമാൻഡ് ചെയ്തു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ N. പ്രദീപ്, അഡീഷണൽ SI സുധീഷ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ തുടങ്ങി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO രജനീശൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ പ്രസ് ക്ലബ് പാട്ടു ക്ലബ്ബ് സംഘടിപ്പിച്ച സംഗീത കൂട്ടായ്മയിൽ സീനിയർ പത്രപ്രവർത്തകനായ ജേക്കബ് ബെഞ്ചമിന് പ്രസ് ക്ലബിന് നൽകിയ പുസ്തക ശേഖരം TG രവി, പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. പാട്ടുകാരോട് മാത്രമാണ് ജീവിതത്തിൽ തനിക്ക് അസൂയയെന്ന് പ്രശസ്ത സിനിമാ താരം TG രവി. പ്രസ് ക്ലബിന്റെ സംഗീത കൂട്ടായ്മയിൽ വിശിഷ്ട അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാട്ടുപാടാൻ അറിയില്ല, പാട്ടിനോട് വല്ലാത്തൊരിഷ്ടമാണ്. പാട്ട് എവിടെയുണ്ടെങ്കിലും കേൾക്കാൻ പോകും. തൃശൂർ മണിയെപ്പോലെ പ്രശസ്ത പാട്ടുകാരായ സുഹൃത്തുക്കൾ തനിക്കുണ്ട്. സീനിയർ പത്രപ്രവർത്തകനായ ജേക്കബ് ബെഞ്ചമിൻ പ്രസ് ക്ലബിന് നൽകിയ പുസ്തക ശേഖരം TG രവിയും MB ബാബുവും ചേർന്ന് ഏറ്റുവാങ്ങി. ജോയിന്റ് സെക്രട്ടറി MB സതീഷ്, എക്സിക്യൂട്ടീവ് അംഗം CS ദീപു, CA പ്രേമചന്ദ്രൻ, P ബിനോയ് ജോർജ്, ദിയ എന്നിവർ സംബന്ധിച്ചു. പാട്ടുക്ലബ്ബ് കൺവീനർ KM മുരളീധരൻ സ്വാഗതവും AV ശ്രീകുമാർ നന്ദിയും അറിയിച്ചു. പാട്ടുക്ലബ്ബ് അംഗങ്ങൾ അവതരിപ്പിച്ച സംഗീത വിരുന്ന് നടന്നു. വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നാടുവിട്ട പ്രതിയെ ഉത്തരാഖണ്ഡിൽ നിന്ന് പോലീസ് പിടികൂടി. കുപ്രസിദ്ധ ഗുണ്ട ഷാജഹാൻ റിമാൻഡിലേക്ക്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ഇയാൾ സംസ്ഥാനം വിട്ടു. തുടർന്ന് 10 ദിവസം മുൻപാണ് പോലീസ് സംഘം ഉത്തരാഖണ്ഡിലേക്ക് പുറപ്പെട്ടത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS രൂപീകരിച്ച ഇരിങ്ങാലക്കുട DVSP KG സുരേഷ്, അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ AS സരിൻ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്. സംഘടിത കുറ്റകൃത്യം കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ സ്മിത്തും 2 കൂട്ടാളികളും റിമാൻഡിലായി. പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനം ക്ഷേത്ര പരിസരത്ത് ക്രമസമാധാനം പരിപാലിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ സ്മിത്തിനെയും നിതിൻ, പ്രരീഷ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, അടിപിടി എന്നിങ്ങനെ 6 ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ ASന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 യുവാക്കൾ റിമാൻഡിലേക്ക്. നന്ദിക്കര സ്വദേശികളായ തേവർമഠത്തിൽ ഗോപകുമാർ, കിഴുത്താണി വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജിജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫ്രെഡി റോയ്, ഷിബു വാസു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പണയം വെച്ച വാഹനം പണം നൽകി തിരികെ എടുക്കാത്തതിന് യുവാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിൽ താറാവ് സണ്ണിയും 3 കൂട്ടാളികളും റിമാൻഡിൽ. കോടന്നൂർ എലുവത്തിങ്കൽ താറാവ് സണ്ണി എന്ന് വിളിക്കുന്ന സണ്ണി, വെങ്ങിടശ്ശേരി കൂട്ടാലക്കുന്നത്ത് ദേശത്ത് ഷിജോ, പുത്തൻ വീട്ടിൽ ബിബീഷ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. താറാവ് സണ്ണിക്ക് ചേർപ്പ്, അന്തിക്കാട്, കൊരട്ടി, ഒല്ലൂർ, തൃശൂർ വെസ്റ്റ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, സബ് ഇൻസ്പെക്ടർ പ്രദീപ് എൻ, റിൻസൻ, സുനിൽകുമാർ, ശരത് ചന്ദ്രൻ എന്നിവർ ഉള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 34ാമത് രാജീവ് ജ്യോതി യാത്രയ്ക്ക് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ നൽകിയ സ്വീകരണം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒല്ലൂർ ഏരിയ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു. വടക്കാഞ്ചേരി ഓൾ കേരള ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനവും കുടുംബ സമ്മേളനവും മെയ് 18 നടക്കും. രാജ്യം ഭരിക്കുന്നത് പേരിനെ ഭയക്കുന്നവരെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.